ചെറുപ്പത്തിൽ പനിയൊക്കെ വരുമ്പോൾ എനിക്ക് ചുണ്ടും എൻ്റെ രണ്ട് സൈഡും വായിലൊക്കെ പൊളങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള കുറേ ഔഷധക്കൂട്ടുകളൊക്കെയാണ് എൻ്റെ വല്യമ്മ തന്നിരുന്നത്. വല്യമ്മച്ചീനെ ഓരോ ദിവസവും ഓർക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല. ഇതൊക്കെ ഓർക്കുമ്പോൾ മറ്റേ കരൾ അമരയുടെ ഇലയിൽ ചുട്ടിട്ട് അത് തരും. പിന്നെ കറന്ന ഉടനെയുള്ള പശുവിൻ്റെ പാല്, അന്നൊക്കെ പാലും പശുവും ഒക്കെ നമ്മൾ വീട്ടുകളിൽ തന്നെ ഉണ്ടായിരുന്ന കാലമാണല്ലോ. അതുപോലെ നാടൻ കോഴിമുട്ട വെറുതെ വാട്ടി അതിൽ ജീരകപ്പൊടിയൊക്കെ ഇട്ട് തരുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓരോ ദിവസവും ഞാനിങ്ങനെ ആലോചിക്കും, എന്തൊക്കെ ഔഷധങ്ങളായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് കൊറോണ ഒന്നും അങ്ങനെ ബാധിച്ചില്ല. പിന്നെ ഇപ്പോഴും ഇതുവരെയായിട്ടും ഇപ്പം അങ്ങനെയൊന്നും പനിയൊക്കെ വരുമ്പോൾ ചുണ്ട് പൊട്ടലോ വായിൽ പൊളം വരുമോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ നാളെ ലിവർ കിട്ടിയപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ലിവർ ഫ്രൈ ആണ് കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് പേസ്റ്റും ഇട്ട് കരൾ ഉപ്പില്ലാതെ കുക്കറിൽ വേവിച്ച് അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും വെള്ളുള്ളിയും കുരുമുളകും ജീരകം. കുരുമുളകിൻ്റെ കൂടെ ജീരകം പൊടിക്കുമ്പോൾ അതിൽ കൂടെ കല്ലുപ്പ് ചേർത്ത് പൊടിച്ചാൽ മതി. പിന്നെ ലിവറിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതൊരു കല്ലച്ച് പോവും. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ കുക്കറിൽ 1-2 വിസിലടിച്ചിട്ട് നമുക്ക് നല്ലൊരു ലിവർ ഫ്രൈ ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇനിയൊരു സ്മെല്ലിന് തോന്നുകയാണെങ്കിൽ സ്വല്പം ഗരം മസാലപ്പൊടി കുറച്ച്, ഇറച്ചിയിലൊന്നും ചേർക്കുന്ന അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. കുരുമുളകിൻ്റെയും ജീരകവും വേപ്പിലയും ഒക്കെ കൂടെ ചേർന്ന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വൈറ്റമിൻ എ ഒക്കെ നന്നായി അടങ്ങിയിട്ടുള്ളതാണ് ലിവറിൽ. അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പഴമക്കാരിൽ ശരിക്കും പറഞ്ഞാൽ ഔഷധങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെയായിരുന്നു അന്നത്തെ ഔഷധക്കൂട്ടുകളെല്ലാം. ഇന്നും നമ്മുടെ അടുക്കളയിൽ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളതൊന്നും ഉപയോഗിക്കാൻ തയ്യാറാവാതെ അലോപ്പതി മരുന്നും ഇംഗ്ലീഷ് മരുന്നിലേക്കും ആയുർവേദ ഹോമിയോ ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് പോവും. പക്ഷേ ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.